പ്രണയശലഭങ്ങൾ ഭാഗം 16. മഴയുടെ നനവ് അവളുടെ ശരീരത്തെ വീണ്ടും സ്പർശിച്ചപ്പോഴാണ് തൻ്റെ തോന്നലോ മായക്കാഴ്ചകളോ ഒന്നുമല്ലതെന്നും കൂടെ നിൽക്കുന്നത് യഥാർത്ഥ ആദിത്യൻ തന്നെയാണെന്നവൾ തിരിച്ചറിഞ്ഞതും. ചമ്മലോടെ അവൾ തല താഴ്ത്തി നിന്നു. മഴ നനഞ്ഞു നിൽക്കുന്ന അവളെ കുടക്കീഴിലേക്ക് തന്നെ അവൻ ചേർത്ത് നിർത്തി. ആ കുടക്കീഴിൽ അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന അവളുടെ നിൽപ്പും ചമ്മലുമെല്ലാം ആദിയിലും ഒരു നേർത്ത പുഞ്ചിരി വിടർത്തി. എന്താ ഗൗരി, തൻ്റെ നട്ട് വല്ലതും ഇളകിപ്പോയോ? എന്തൊക്കെയാ താനീ പിറുപിറുക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരാ തന്നെ ഇത്രയധികം ശല്യപ്പെടുത്തുന്നത്? പറ കേൾക്കട്ടെ. ഈ കോളേജിലുള്ള വല്ല ആമ്പിള്ളേരുമാണോ? പതുക്കെ എന്ന് തലയാട്ടിക്കൊണ്ടവൾ അവൻ്റെ മുൻപിൽ നിന്നപ്പോൾ അവൻ്റെ ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു. ഈ കോളേജിൽ ഞങ്ങളൊക്കെ ഇങ്ങനെയുള്ളപ്പോൾ തന്നെ ശല്യപ്പെടുത്താൻ വരുന്നത് ആരാടോ? പറ കേൾക്കട്ടെ. ഏതാവൻ? അവൻ്റെ പേര് പറ. വേറെ ആരുമല്ല, ആദ്യേട്ടൻ തന്നെ. ഞാനോ? ഞാനെങ്ങനെയാടോ തന്നെ ശല്യപ്പെടുത്തിയത്? അവൻ്റെ തുടരെയുള്ള ചോദ്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയായപ്പോൾ അവളെല്ലാം അവനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. വയ്യ, എനിക്കിനി വയ്യ. ഇങ്ങനെ ഒളിച്ചു നടക്കാനും കാണാതെ ഓടി മറയാനൊന്നും എനിക്കിനി വയ്യ. ആദ്യേട്ടൻ കാരണം എനിക്ക് ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നിനും പറ്റാതായിരിക്കുന്നു. എവിടെ നോക്കിയാലും ഈ രൂപം. എല്ലാവരുടെയും സംസാരത്തിൽ ഈ പേര് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. ഹോസ്റ്റലിൽ ചെന്ന മീരേച്ചിക്കും ആദ്യേട്ടനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇത്രയധികം ഇഷ്ടപ്പെടാൻ മാത്രം എന്ത് പ്രത്യേകത ആദിത്യനെന്ന വ്യക്തിക്കുള്ളതെന്ന സംശയം എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അന്നേരം തീരുമാനിച്ചു, നിങ്ങളെക്കുറിച്ച് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. അതിനു വേണ്ടിയാ ഞാൻ പിറകെ നടന്ന് ആദ്യേട്ടനെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നത്. അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു കൊച്ചുകുട്ടിയുടെ പരാതി കേട്ട ലാഘവത്തോടെ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അവന് സത്യത്തിൽ ചിരി അടക്കി നിർത്താനായില്ല. ആ മുഖത്തേക്ക് നോക്കിയവൻ ഉറക്കെ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. തന്നെ മനഃപൂർവ്വം പരിഹസിച്ചുകൊണ്ടുള്ള ചിരിയാണതെന്ന് തോന്നിയതും ഒരു നിമിഷം അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ പരിഭവത്തോടെ നിന്നു. കുറച്ചു നേരത്തെ ആ പൊട്ടിച്ചിരിയിൽ നിന്നും വിമുക്തനായ ശേഷം പരിഭവിച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്കവൻ ഒന്നുകൂടി ചേർന്നു നിന്നു. പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. ഒരു നേർത്ത തണുത്ത ശ്വാസം പുറത്തേക്ക് നിശ്വസിച്ചു. ചുവന്ന കല്ലുകൾ പതിച്ച ജിമിക്കി അണിഞ്ഞ അവളുടെ കാതുകൾക്കരികിലേക്ക് ചേർന്നു നിന്നവൻ ആ ചെവിയിൽ സ്വകാര്യമായി പറയാൻ തുടങ്ങി. തൻ്റെ ഉള്ളിൽ പ്രണയം പൂത്തുലയാൻ തുടങ്ങിയിരിക്കുന്നു ഗൗരി. അവൻ്റെ ശബ്ദത്തിൻ്റെ തണുപ്പിൽ കോരിത്തരിച്ചുകൊണ്ടവൾ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നപ്പോൾ അവൻ്റെ കൈ പതുക്കെ അവളെ ചേർത്ത് പിടിക്കാനായി ആഗ്രഹിക്കുകയായിരുന്നു. എടാ ആദി, വന്നു കയറടാ വണ്ടിയിലെ. ബൈക്ക് സ്റ്റാർട്ടാക്കി നിർത്തിക്കൊണ്ട് മോട്ടു അവനെ പെട്ടെന്നാണ് പിറകിൽ നിന്നും വിളിച്ചത്. പെയ്യുന്ന മഴയും നനഞ്ഞുകൊണ്ടവൻ ബൈക്കിന് മുകളിൽ ഇരുന്നു കൊണ്ട് അവനെ വിളിച്ചപ്പോൾ അവളുടെ അടുത്തു നിന്നും അവൻ പെട്ടെന്ന് തന്നെ വിട്ടകന്നു. കയ്യിലുണ്ടായിരുന്ന കുട അവളെ തിരിച്ചേൽപ്പിച്ച ശേഷം അവൻ മോട്ടുവിൻ്റെ ബൈക്കിന് പിറകിലേക്ക് ചെന്നിരുന്നു. ആദിയെയും ഗൗരിയെയും മാറി മാറി നോക്കിക്കൊണ്ട് മോട്ടു അർത്ഥം വെച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. നടക്കട്ടെ, ഞാൻ വന്നത് സത്യത്തിൽ ശല്യമായല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഞങ്ങൾ വെറുതെ അങ്ങനെയൊന്നുമില്ല. നനഞ്ഞ മുടിയവൻ വിരലുകൾ കൊണ്ട് മുകളിലേക്ക് ഒതുക്കി വെച്ചു. കുട പിടിച്ചുകൊണ്ട് തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് അവൻ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. അതേ, ഇനിയും അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. മിക്കവാറും തനിക്കൊരു പനി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. വേഗം ഹോസ്റ്റലിലേക്ക് വിട്ടോ. നേരിയ മന്ദഹാസത്തോടെ അവൻ പറഞ്ഞുകൊണ്ട് അവൾക്കരികിൽ നിന്നും കടന്നുപോയി. പെയ്തു തോർന്ന മഴയിലൂടെ മോട്ടുവിൻ്റെ വാഹനം മുന്നോട്ട് കുതിച്ചപ്പോൾ ആദിയുടെ കണ്ണുകൾ അറിയാതെ വീണ്ടും പിന്നിലേക്ക് തന്നെ തിരിഞ്ഞു. തൻ്റെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാകാതെ മിഴിച്ചു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ വീണ്ടും കൈവീശി കാണിച്ചു. തിരിച്ചൊന്നിനും പ്രതികരിക്കാത്ത വണ്ണം ആ മനസ്സപ്പോൾ ആശയക്കുഴപ്പത്തിലായിരുന്നു. കൺമുന്നിൽ നിന്നും അവർ മായുന്നത് വരെ അവൾ നിശ്ചലയായി ആ നിൽപ്പ് തുടർന്നു. പിന്നീട് ഹോസ്റ്റലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടവൾ പതിയെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി.
തൻ്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും അളവുകോൽ എവിടെയോ നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ അവളിൽ ഉണരുകയായിരുന്നു. ഗൗരി ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛൻ്റെ അനുസരണയുള്ള മകൾ, ഇന്നുവരെ ഒരു കാര്യത്തിലും ശാഠ്യം പിടിക്കാതെ സത്യം പറഞ്ഞു ശീലിച്ചവൾ, ഏട്ടൻ്റെയും അമ്മയുടെയും സ്നേഹത്തിലും തണലിലും പറ്റിപ്പിടിച്ചു ജീവിക്കാൻ കൊതിക്കുന്നവളാണെന്ന് എപ്പോഴും കളിയാക്കാറുള്ള മുത്തശ്ശിയുടെ ചെല്ലക്കുട്ടി. ഇതായിരുന്നു ഗൗരിയുടെ യഥാർത്ഥ ചിത്രം. എന്നാൽ ഇന്ന് താൻ എന്തിനൊക്കെയോ വേണ്ടി കള്ളം പറയാൻ ശീലിച്ചിരിക്കുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും താൻ അറിയാതെ ആദിയേട്ടനിലേക്ക് അടുക്കുകയാണോ എന്നൊരു തോന്നൽ അവളെ അലട്ടിത്തുടങ്ങി. അന്ന് രാത്രിയായപ്പോഴേക്കും പനിയുടെ ലക്ഷണങ്ങൾ അവളെ കാര്യമായി തന്നെ പിടിപെട്ടിരുന്നു. തുറന്നുവെച്ച പുസ്തകത്തിലേക്ക് കണ്ണുകൾ പായിക്കാൻ കഴിയാത്ത വിധം തലക്കനം വർദ്ധിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് പതിയെ കിടന്നു. നിദ്രയിലേക്ക് വഴുതിയതുപോലും അറിയാത്ത വിധം ക്ഷീണം ബാധിച്ചവൾ ഉറങ്ങിപ്പോയിരുന്നു. പുലർച്ചെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നത് കേട്ടാണ് തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്നിരുന്ന മീര ഞെട്ടിയുണർന്നത്. തണുത്തു വിറങ്ങലിച്ചു ചൂളിക്കിടക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. ഷെൽഫിൽ മടക്കി വെച്ചിരുന്ന ഒരു കട്ടിയുള്ള പുതപ്പെടുത്ത് അവൾ ഗൗരിയുടെ മേലിലേക്ക് മൂടിയിട്ട് പുതപ്പിച്ചു കൊടുത്തു. കുടിക്കാൻ കരുതി വെച്ചിരുന്ന ഫ്ലാസ്കിലെ തിളപ്പിച്ചാറിയ വെള്ളമെടുത്ത് ഒരു തുണി കൊണ്ട് അവളുടെ നെറ്റിയും മുഖവുമെല്ലാം പതിയെ തുടച്ചുകൊണ്ടിരുന്നു. ശരീരത്തിലെ ചൂടിൻ്റെ കാഠിന്യം കാരണം അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ നനഞ്ഞ തുണി ഇട്ടു കൊടുത്തതിനു ശേഷവും അവൾക്കരികിലുണ്ടായിരുന്ന ഒരു കൊച്ചു ചെയറിലിരുന്ന് മീരയും മെല്ലെ തല ചായ്ച്ചു കിടന്നു. നേരം വെളുപ്പിച്ചു. മേശയുടെ മുകളിൽ വച്ചിരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു ഗൗരി പെട്ടെന്ന് ഉറക്കമുണർന്നെഴുന്നേറ്റത്. തൻ്റെ തൊട്ടരികിൽ ഇരുന്നുറങ്ങുന്ന മീരേച്ചിയെ കണ്ടതും അവൾ ആശ്ചര്യത്തോടെ നോക്കി. അതിനുശേഷം കാര്യമെന്തെന്നറിയാനായി മെല്ലെ തൊട്ടു വിളിച്ചുണർത്താൻ ശ്രമിച്ചു. ചേച്ചി, ചേച്ചി, ഇതെന്തു പറ്റി? ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? ഉറക്കച്ചടവിൽ നിന്നും കോട്ടുവായിട്ടുണർന്നുകൊണ്ട് അവൾ ഗൗരിയെ സൂക്ഷ്മമായി ഒന്ന് നോക്കി. ആ, അതെ അതെ, ഇന്നലെ രാത്രി മുഴുവൻ നിനക്ക് വേണ്ടി കാവലിരിക്കലല്ലായിരുന്നോ എൻ്റെ പണി? കാവലിരിക്കേ? എന്തിന്? ആ, അത് ശരിയാ, നിനക്കൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. കാരണം നീ ബോധമില്ലാതെ പിച്ചും പേയും പറഞ്ഞ് കിടക്കുകയെന്നല്ലേ. കൈകാലുകൾ കുടഞ്ഞുകൊണ്ട് മീര ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. പുതപ്പ് മാറ്റിക്കൊണ്ട് ഗൗരി കട്ടിലിൽ നിന്നും പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചതും മേലാസകലം വേദനിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. വയ്യ, ശരീരമാകെ വേദനിക്കുന്നു. വല്ലാത്ത ക്ഷീണം ബാധിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. വേണ്ട വേണ്ട, നീ എഴുന്നേൽക്കാൻ ശ്രമിക്കണ്ട. ഇന്നലെ രാത്രി നിനക്ക് ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. നീ കിടന്നോ, ഞാൻ ചെന്ന് ചൂടോടെ നിനക്കൊരു കാപ്പി കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. കുറച്ചു നേരത്തിന് ശേഷം മീര കയ്യിൽ ചൂടോടെ ഒരു കപ്പ് കാപ്പിയുമായി അവൾക്കരികിലേക്ക് വന്നു നിന്നു. ചൂടോടെ കുടിച്ച കാപ്പിയുടെ ഉണർവിൽ അവൾക്ക് അല്പസ്വല്പം ആശ്വാസം തോന്നി. വീട്ടിലായിരുന്നെങ്കിൽ അമ്മയുണ്ടാക്കി തരാറുള്ള ചുക്കുകാപ്പി മാത്രം മതിയായിരുന്നു തൻ്റെ ഈ പനിയെല്ലാം പെട്ടെന്ന് ഭേദപ്പെടുമായിരുന്നു. പക്ഷേ എണീക്കാൻ പോലും സാധിക്കാതിരിക്കുന്ന താൻ എങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാതെ നിരാശ തോന്നി. മുഖം കുനിച്ചിരുന്ന് ചിന്തയിലമർന്ന അവളെ കണ്ടതും മീരയ്ക്ക് കാര്യം പിടികിട്ടി. എന്താടാ, നീ ഇപ്പോൾ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതങ്ങനെയാടാ, നമുക്ക് വല്ല വല്ലായ്മയും വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുക. ആ, സാരമില്ല, ഈ അവസ്ഥയിൽ നിനക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. നീ ഇവിടെ പനിച്ചു കിടക്കുന്ന കാര്യം അമ്മയെ അറിയിച്ചാൽ അവരും വല്ലാതെ വിഷമിക്കും. തൽക്കാലം അവരാരെയും അറിയിക്കേണ്ട. നീ 2 ദിവസം എന്തായാലും റെസ്റ്റ് എടുക്ക്. കോളേജിലേക്കും വരണ്ട. ഞാൻ നിൻ്റെ മിസ്സിനോട് കാര്യം പറയാം. എന്താ, അതുപോരെ? മുഖം കുനിച്ചിരുന്നു കൊണ്ട് തന്നെ അവൾ തലയാട്ടി. ഗൗരിക്ക് വേണ്ട അത്യാവശ്യം സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം മീര കോളേജിലേക്ക് ഇറങ്ങിപ്പോയി. പതിവില്ലാതെ ക്ലാസ്സിലേക്ക് വൈകിയെത്തിയ മീരയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത് മിസ്സിൻ്റെ ശകാരവർഷമായിരുന്നു. തന്നെ ചീത്ത വിളിക്കുന്ന മിസ്സിനോട് കൂടുതൽ എക്സ്ക്യൂസുകളൊന്നും പറയാൻ നിൽക്കാതെ മുഖത്തല്പം പോലും ഭാവവ്യത്യാസമില്ലാതെ അവൾ ക്ലാസ്സിനകത്തേക്ക് കയറിയിരുന്നു. ക്ലാസ് എടുത്തു കഴിഞ്ഞതിനു ശേഷം മിസ്സിൻ്റെ അഭാവത്തിൽ കാര്യം എന്തെന്ന് അന്വേഷിക്കാനായി ആദ്യം കൂട്ടുകാരും മീരയുടെ ഫ്രണ്ട്സുമെല്ലാം അവൾക്ക് ചുറ്റും വളഞ്ഞുകൂടി വന്നിരുന്നു. ഇന്ന് നിനക്കിതെന്തു പറ്റി? സാധാരണ ഇങ്ങനെ വൈകി വരാറുള്ളതല്ലല്ലോ. നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ ഇന്ന് ആ പൂച്ചക്കണ്ണി മിസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും ആദ്യം ഉണ്ടായിരിക്കുക എന്നത്? ആ, അറിയാഞ്ഞിട്ടല്ലടാ, പെട്ടെന്ന് പോരാൻ സാധിച്ചില്ല. ഒന്നും പറയണ്ട എൻ്റെ ആദി. ഇന്നലെ രാത്രി മുതൽ ഗൗരിക്ക് നല്ല ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. ഉറക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു.
ഞാൻ ആകെ പേടിച്ചു പോയി. രാത്രി എങ്ങാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്ന് പോലും ഭയന്നു. രാവിലെ എണീറ്റപ്പോൾ അല്പം കുറവ് തോന്നി. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ പോന്നേ. പാവം, എണീക്കാൻ പോലും വയ്യടാ. 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ അല്ലേടാ? ഹാ എന്നൊരു മറുപടി അല്ലാതെ ആദ്യം മറ്റൊന്നും പറയാൻ ശ്രമിച്ചില്ല. എന്നാൽ മോട്ടുവിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ മറുപടിയായിരുന്നു എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞത്. അതേതായാലും നന്നായി. ഇന്നലെ ആ കൊച്ചു കോളേജ് വിട്ടിട്ടും ആ പെരുമഴയത്ത് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇന്ന് ആ കൊച്ചു പനി പിടിച്ച് കിടക്കുന്ന്. കോളേജ് വിട്ടിട്ടും കറങ്ങിയോ? എന്തിന്? എനിക്കൊന്നും അറിയില്ല. എന്നാൽ അറിയുന്ന ചിലരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മീരെ. മഴ, കുട, ഒരുമിച്ചുള്ള നടത്തം, തണുപ്പ്. നീ ഇത് എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നേ? മഴ, കുട, ഒരുമിച്ചുള്ള നടത്തോ? എന്താത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ തെളിച്ചു പറയടാ. അത് പിന്നെ മീര, അവൻ പറയാൻ തുടങ്ങിയതും അവൻ്റെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം അവിടെ നിന്നും എഴുന്നേറ്റു. വായ പൊത്തിപ്പിടിച്ച അവസ്ഥയിൽ നിസ്സഹായതയോടെ നോക്കുന്ന മോട്ടുവിൻ്റെ ഉണ്ടക്കണ്ണുകൾ മീരയോട് എന്തൊക്കെയോ സംസാരിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതേ, ഇവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. ഈയിടെയായി ഇവൻ്റെ സംസാരത്തിൽ അല്പം വ്യാകരണം കടന്നു വരുന്നുണ്ട് മീരെ. അത് ഞാൻ വേണ്ട പോലെ ശരിയാക്കി കൊടുത്തോളാം. അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിന് വെളിയിലേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്ന മീരയുടെ അരികിലേക്ക് നയനയും മറ്റു ഫ്രണ്ട്സുകളെല്ലാം കുശലം പറഞ്ഞുകൊണ്ട് വന്നിരുന്നപ്പോൾ കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ അവൾ അവർക്കിടയിലേക്ക് ഇഴുകിച്ചേർന്നു. ഹോസ്റ്റലിൽ പകൽ സമയം തനിച്ചിരിക്കുന്നത് അവൾ ആദ്യമായിട്ടായിരുന്നു. തലവേദനയുള്ളത് കാരണം മൊബൈൽ ഫോണോ പുസ്തകമോ വായിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച് ഉറപ്പ് വാങ്ങിയിട്ടാണ് മീരേച്ചി അവിടെ നിന്നും പോയത്. ഒരേ കിടപ്പിലങ്ങനെ കുറേ നേരം കിടന്നപ്പോൾ വല്ലാതെ വിരസത അനുഭവപ്പെട്ടതുകൊണ്ടവൾ മെല്ലെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് അവൾ കിടക്കുന്ന കട്ടിലിനരികിലെ ജനവാതിലിനപ്പുറത്തു നിന്നും ആരോ മുട്ടി വിളിക്കുന്നത് പോലെ ശബ്ദം അവളെ ഞെട്ടി എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ സമയം ഹോസ്റ്റലിന് പുറമേ നിന്നാരും വരാൻ സാധ്യതയില്ലെന്ന വിശ്വാസം ഊട്ടിയിറച്ചു പോയ ആ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്ക് ഭയം കടന്നു വന്നു.